കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഫോണിൽ കൂടെ യുവതിയെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കൊണ്ടോട്ടി സ്വദേശിയായ വീരാൻകുട്ടിക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മലപ്പുറത്ത് വേങ്ങരയിലാണ് സംഭവം നടന്നത്. വീണ്ടും ഫോണിലൂടെയുള്ള മുത്തലാഖ് ചൊല്ലുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഇതിലൂടെ. ഇവിടെ യുവതിയുടെ പിതാവിന്റെ ഫോണിലേക്ക് വിളിച്ചാണ് മൊയ് ചൊല്ലിയതെന്നാണ് മറ്റൊരു പ്രത്യേകത. ഇരുവരും വെറും 40 ദിവസം മാത്രമാണ് ഒന്നിച്ച് താമസിച്ചതും. മാത്രമല്ല 2023 ഇരുവരും തമ്മിലുള്ള വിവാഹം നടന്നതും. ഇതിനെല്ലാം പിന്നാലെ തന്നെ പിരിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് വീരാൻകുട്ടി യുവതിയുടെ പിതാവിന്റെ ഫോണിലേക്ക് മുത്തലാഖ് ചൊല്ലിക്കൊണ്ടെന്നുള്ള സന്ദേശം അയക്കുന്നതും. ഫോണിൽ കൂടെ മൊയ് ചൊല്ലുന്നത് ഉൾപ്പെടെ നിരോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും കേരളത്തിൽ നിന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ, നിയമവിരുദ്ധമായി വിവാഹബന്ധം വേർപ്പെടുത്തൽ എന്നീ കുറ്റങ്ങളാണ് വീരാൻകുട്ടിക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നതും. യുവതിയുടെ മൊഴി പ്രകാരം മലപ്പുറം വനിതാ സെല്ലാണ് കേസെടുത്തത്. യുവതി ഗർഭിണി ആയതോടെ തന്നെ ഇയാൾ ഇവരെ ഉപേക്ഷിക്കുകയായിരുന്നു. 2 വർഷം മുൻപായിരുന്നു യുവതിയുടെയും വീരാൻകുട്ടിയുടെയും വിവാഹം നടന്നത്. കഴിഞ്ഞ ദിവസം ഇയാൾ യുവതിയുടെ പിതാവിനെ വിളിച്ച് മകളെ മുത്തലാഖ് ചൊല്ലുകയായിരുന്നുവെന്നും ബന്ധം ഉപേക്ഷിക്കുന്നതായും പറയുന്നു. അതുപോലെ രോഗിയായ മകളെയാണ് തനിക്ക് വിവാഹം കഴിച്ചു തന്നതെന്നും തന്നെ കബളിപ്പിച്ചതും എന്നൊക്കെയാണ് ഇയാൾ യുവതിയുടെ അച്ഛനോട് ഫോണിലൂടെ പറഞ്ഞതും. എന്നാൽ യുവതിയുടെ 30 പവൻ സ്വർണ്ണാഭരണം തിരികെ നൽകിയിട്ടുമില്ല. ദമ്പതികൾക്ക് 11 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞ് ജനിച്ച ശേഷം ഇയാൾ ഭാര്യയെ കാണാൻ പോയിട്ടില്ല എന്നും അതുപോലെ മുൻപ് യുവതിക്ക് ഒരു ബോധക്ഷയം ഉണ്ടായിരുന്നു. അന്ന് ആശുപത്രിയിലാക്കി. അതിനുശേഷമാണ് ഭാര്യ ഇനി വേണ്ട എന്നുള്ളതിൽ വീരാൻകുട്ടി തീരുമാനിച്ചുറപ്പിച്ചതും. ഇങ്ങനെയാണ് വിവരങ്ങൾ ലഭ്യമാകുന്നതും. വനിതാ കമ്മീഷനും പോലീസിനും പരാതി നൽകുമെന്ന് യുവതിയുടെ ബന്ധുക്കൾ വ്യക്തമാക്കുകയാണ്. അതുപോലെ തന്നെ അടുത്തിടെ കാസർഗോഡ് വാട്സാപ്പിലൂടെ യുവതിയെ മുത്തലാഖ് ചൊല്ലിയ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കാസർഗോഡ് നെല്ലിക്കട്ട സ്വദേശിയായ അബ്ദുൾ റസാഖിനെതിരെയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തതും. യുവതിയുടെ പിതാവിന്റെ ഫോണിലേക്കായിരുന്നു അബ്ദുൾ റസാഖ് മുത്തലാഖ് ചൊല്ലുന്ന സന്ദേശം അയച്ചത്. ഫെബ്രുവരി 21 ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അബ്ദുൾ റസാഖ് ഗൾഫിൽ നിന്നും വാട്സാപ്പിലേക്ക് മുത്തലാഖ് സന്ദേശം അയച്ചത്. തുടർന്ന് ഭർത്തൃ വീട്ടിൽ കടുത്ത പീഡനം അനുഭവിച്ചുവെന്നും ഭക്ഷണം നൽകിയിട്ടില്ല എന്നും അസുഖമുണ്ടായാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാറില്ല എന്നും ചൂണ്ടിക്കാണിച്ച് യുവതി പരാതി നൽകുകയായിരുന്നു ചെയ്തതും. അതേസമയം കഴിഞ്ഞ മാസം ഇത്തരത്തിൽ വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. കാസർഗോഡ് നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖിനെതിരെ കേസെടുത്തു. കഴിഞ്ഞ മാസം 21 കല്ലുരവി സ്വദേശിയായ 21 വയസ്സുകാരിയെ വാട്സാപ്പ് വഴി മുത്തലാഖ് ചൊല്ലിയതും. സ്ത്രീധന പീഡന നിയമപ്രകാരം അബ്ദുൾ റസാഖിന്റെ ഉമ്മ, സഹോദരി എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നും വ്യക്തമായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതുപോലെ ഈ മാസം 21 ഗൾഫിൽ ജോലി ചെയ്യുന്ന നെല്ലിക്കട്ട സ്വദേശിയായ അബ്ദുൾ റസാഖ് UAE-യിൽ നിന്നും വാട്സാപ്പ് വഴി മുത്തലാഖ് സന്ദേശം അയച്ചത്. യുവതിയുടെ പിതാവിന്റെ വാട്സാപ്പിലാണ് മുത്തലാഖ് ചൊല്ലിയുള്ള ശബ്ദ സന്ദേശം ലഭിക്കുന്നത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവിന്റെ ബന്ധുക്കൾ നിരന്തരം ഉപദ്രവിച്ചിരുന്നു എന്നും യുവതി വ്യക്തമാക്കുന്നുണ്ട്. 12 ലക്ഷം രൂപ അബ്ദുൾ റസാഖ് തട്ടിയെടുത്തുവെന്നും പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചിരുന്നു. സംഭവത്തിൽ കുടുംബം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തതും. അതേസമയം ഒറ്റയടിക്ക് 3 തവണ തലാഖ് ചൊല്ലി മുസ്ലിം പുരുഷന്മാർ വിവാഹബന്ധം വേർപ്പെടുത്തുന്ന മുത്തലാഖ് സമ്പ്രദായം വിവാഹമെന്ന സാമൂഹിക വ്യവസ്ഥിതിക്ക് അപകടമാണ് എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. മുത്തലാഖ് മുസ്ലിം സ്ത്രീകളുടെയും ജീവിതം ദയനീയമാക്കുമെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിയ നിയമം ചോദ്യം ചെയ്ത സമസ്ത കേരള ജമാഅത്തുൽ ഉലമ നൽകിയ ഹർജിയിലാണ് കേന്ദ്രത്തിന്റെ മറുപടി വന്നിരിക്കുന്നത്. മുസ്ലിം സ്ത്രീകളെ ഭർത്താക്കന്മാർ ഉപേക്ഷിക്കുന്നത് നിയമപരവും വ്യവസ്ഥാപിതമാകുന്നതായിരുന്നു മുത്തലാഖ്. അതുപോലെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് മുത്തലാഖ് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഒരു ഫലവും ഇന്നും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മുത്തലാഖ് ചൊല്ലുന്ന ഭർത്താക്കന്മാർക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന നിയമമുണ്ടാക്കിയതെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.